ഇറാനിൽ പൂർണ്ണമായ ആണവ വിച്ഛേദനം വേണം. ചർച്ചകൾക്ക് മുൻപ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇറാനുമായുള്ള ഭാവിയിലെ ഏതൊരു കരാറും യുറേനിയൻ സമ്പുഷ്ടീകരണം പരിമിതപ്പെടുത്തുന്നതിനപ്പുറം പോകണമെന്നും പകരം ഇറാന്റെ ആണവാടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും പൊളിച്ചുമാറ്റണമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പ്രധാന അമേരിക്കൻ ജൂത സംഘടനകളുടെ പ്രസിഡന്റുമാരുടെ സമ്മേളനത്തിൽ സംസാരിച്ച നെതന്യാഹു ഇറാന് ആണവശേഷി ലഭിക്കുന്നത് തടയുന്നതിൽ ഇസ്രായേലിന്റെ ഉറച്ച നിലപാട് ഊന്നി പറഞ്ഞു. ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ഹമാസിന്റെ തുരങ്ക ശൃംഖല നശിപ്പിക്കുന്നതിനുള്ള ജോലി ഇസ്രായേൽ പൂർത്തിയാക്കണമെന്ന് പ്രസ്താവിച്ചു. ഏകദേശം 500 കിലോമീറ്ററിൽ 150 കിലോമീറ്റർ ഇതിനകം പൊളിച്ചു മാറ്റിയിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. തുടർച്ചയായ പ്രാദേശിക സംഘർഷങ്ങളെയും ഉയർന്ന നയതന്ത്രത്തെയും ഈ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നു. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയും പ്രാദേശിക പ്രോക്സികൾക്കുള്ള പിന്തുണയും നിയന്ത്രിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇറാനെ വിശ്വസനീയമല്ലെന്നും വഞ്ചനയ്ക്ക് സാധ്യതയുള്ളതായും ചിത്രീകരിച്ചു. പരോക്ഷമായ US ഇറാൻ ചർച്ചകൾ പുനരാരംഭിച്ച പശ്ചാത്തലത്തിലാണ് ഈ നിലപാട്. ഒമാനിൽ നടന്ന പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം സ്റ്റീവ് വിറ്റ്കോഫ്, ജാരഡ് കുഷ്നർ തുടങ്ങിയ US പ്രതിനിധികളെ ഉൾപ്പെടുത്തി രണ്ടാം റൗണ്ട് ജനീവയിൽ നടക്കും. ഒരു കരാറിലും എത്തിയില്ലെങ്കിൽ സൈനിക നടപടി ഉൾപ്പെടെയുള്ള ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണികളിലൂടെ ട്രംപ് സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഇറാന് സാധ്യമായ പരാജയം വളരെ ആഘാതകരമാണെന്നും USS എബ്രഹാം ലിങ്കണിനൊപ്പം മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ വിന്യസിക്കുമെന്ന് സ്ഥിരീകരിച്ചു. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ നയതന്ത്രത്തിന് മുൻഗണന നൽകിയപ്പോൾ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും ഉൾപ്പെടെയുള്ള ഇറാൻ നേതാക്കൾ അമിതമായ ആവശ്യങ്ങൾ നിരസിച്ചു. ആണവ ഫയലിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് നിർബന്ധിക്കുകയും ബലപ്രയോഗത്തിനോ ആക്രമണത്തിനോ വഴങ്ങില്ലെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ നെതന്യാഹുവിന്റെ ഫ്ലോറിഡ സന്ദർശന വേളയിൽ USഉം ഇറാനും തമ്മിൽ ഒരു കരാറിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിക്കെതിരായ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുമെന്ന് ട്രംപ് അദ്ദേഹത്തോട് പറഞ്ഞതായി ഈ വിഷയത്തിൽ പരിചയമുള്ള 2 സ്രോതസ്സുകളെ ഉദ്ധരിച്ച് CBS ന്യൂസ് ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇറാനുമായുള്ള ഏതൊരു US കരാറിലും ഇറാന്റെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ പൊളിച്ചു മാറ്റുന്നതും ഉൾപ്പെടുത്തണമെന്നും സമ്പുഷ്ടീകരണ പ്രക്രിയ നിർത്തലാക്കരുതെന്നും കഴിഞ്ഞ ആഴ്ച ട്രംപിനോട് പറഞ്ഞതായി നെതന്യാഹു തിങ്കളാഴ്ച പറഞ്ഞു. ഒരു കരാറിനെ കുറിച്ച് തനിക്ക് സംശയമുണ്ടെന്നും എന്നാൽ ഇറാനിൽ നിന്നും പുറത്തു പോകുന്ന സമ്പുഷ്ട വസ്തുക്കൾ അതിൽ ഉൾപ്പെടുത്തണമെന്നും നെതന്യാഹു പറഞ്ഞു. സമ്പുഷ്ടീകരണ ശേഷി ഉണ്ടാകില്ല, സമ്പുഷ്ടീകരണ പ്രക്രിയ നിർത്തുകയല്ല, മറിച്ച് നിങ്ങളെ ആദ്യം സമ്പുഷ്ടമാക്കാൻ അനുവദിക്കുന്ന ഉപകരണങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും പൊളിച്ചു മാറ്റുക. പ്രധാന അമേരിക്കൻ ജൂത സംഘടനകളുടെ പ്രസിഡന്റുമാരുടെ വാർഷിക സമ്മേളനത്തിൽ സംസാരിക്കവെയാണ് നെതന്യാഹു പറഞ്ഞത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ച ഈ ആഴ്ച നടക്കാനിരിക്കെയാണ് ഇരുപക്ഷത്തിനും സാമ്പത്തിക നേട്ടങ്ങൾ നൽകുന്ന വഴക്കം ടെഹ്റാൻ സൂചിപ്പിക്കുന്ന ഒരാണവ കരാറിലൂടെ ഇറാൻ അമേരിക്കയുമായി മുന്നോട്ട് പോവുകയാണ്. ഇറാനിലെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ടെഹ്റാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന തർക്കം പരിഹരിക്കുന്നതിനും പുതിയ സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കുന്നതിനുമായി ഇറാനും USഉം ഈ മാസം ആദ്യം ചർച്ചകൾ പുതുക്കിയിരുന്നു. ചർച്ചകൾക്ക് മുന്നോടിയായി US ഈ മേഖലയിലേക്ക് രണ്ടാമത്തെ വിമാനവാഹിനി കപ്പൽ അയച്ചിട്ടുണ്ട്. ചർച്ചകൾ വിജയിച്ചില്ലെങ്കിൽ ഒരു സുസ്ഥിര സൈനിക നീക്കത്തിനുള്ള സാധ്യതയ്ക്ക് തയ്യാറെടുക്കുകയാണ്. തന്റെ ഭരണകൂടവുമായി ഒരു കരാറിലെത്തുന്നതിൽ പരാജയപ്പെടുന്നത് വളരെ ആഘാതകരമായിരിക്കുമെന്നും ട്രംപ് ടെഹ്റാനോട് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.